പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. എൻ്റെ പേര് ശ്രീലത. PKMM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. 9ാം ക്ലാസ്സിൽ 1ാം യൂണിറ്റിൽ 2 പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ജ്ഞാനേന്ദ്രപതിയുടെ പുൽബനീതി മാം എന്ന് പറഞ്ഞൊരു കവിതയും വരുൺ ഗ്രോവറിൻ്റെ TV എന്ന പട്കഥയും. അടുത്തതായി പുതിയൊരു പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. ഇതൊരു കഹാനിയാണ്. प्रोक्ति कहानी. पाठ का नाम पक्षी और दीमक. लेखक का नाम मुक्तिबोध. उसका पूरा नाम गजानन माधव मुक्तिबोध. കുട്ടികളെ, നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ പുറകിലായി പേജ് നമ്പർ 22-ൽ കവിയെപ്പറ്റി ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. हिंदी साहित्य की स्वातंत्र्योत्तर प्रगतिशील काव्यधारा के शीर्षस्थ व्यक्तित्व, सर्वाधिक चर्चा के केंद्र में रहने वाले कहानीकार एवं समीक्षक. എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഹിന്ദി സാഹിത്യക്ക് സ്വാതന്ത്ര്യോത്തർ എന്ന് പറഞ്ഞാൽ ഹിന്ദി സാഹിത്യത്തിൽ സ്വാതന്ത്ര്യാനന്തര പുരോഗമന കാവ്യധാരയിലെ വളരെയധികം ഉന്നത വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം, ഗജാനൻ മാധവ് മുക്തിബോധ്. സർവാധിക ചർച്ചാക്കെ കേന്ദ്രമേ രഹനെ വാലെ, ഏറ്റവും അധികം ചർച്ചാ കേന്ദ്രമായി തീർന്ന ഒരു കഹാനികാറും അതുപോലെ സമീക്ഷകനും കൂടിയായിരുന്നു ഇദ്ദേഹം. പിന്നീട് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ്. രചനകളുടെ പേരുകളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇദ്ദേഹത്തിൻ്റെ ജനനം 1927 നവംബർ 13, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മരണം 1964 സെപ്റ്റംബർ 11. ഇത്രയും കാര്യങ്ങളാണ് ഗജാനൻ മാധവ് മുക്തിബോധിനെ കുറിച്ച് പാഠഭാഗത്തിൻ്റെ പുറകിലായി തന്നിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. പക്ഷി ഔർ ദീമക്. പക്ഷിയും ചിതലും. ദീമക് എന്ന് പറഞ്ഞാൽ ചിതൽ. ഈ പാഠഭാഗത്തിൽ രചയിതാവ് ഇന്നത്തെ തലമുറയോട് ചില മെസ്സേജുകൾ കൈമാറാനായി ശ്രമിച്ചിട്ടുണ്ട്. ജീവിത വിജയത്തിന് കുറുക്കുവഴികൾ ഒന്നും തന്നെയില്ല. ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ നന്നായി അധ്വാനിക്കണം. അലസത നന്നല്ല. അലസത നിറഞ്ഞ മനസ്സിലേക്ക് ദുഷ്ചിന്തകൾ കടന്നു വരും മുതലായവ ലേഖകൻ നമ്മോട് പറയുന്നുണ്ട്. ഏക് ഥാ പക്ഷി. ഒരു പക്ഷിയുണ്ടായിരുന്നു. വഹ് നീലെ ആസ്മാൻ മേം ഖൂബ് ഊഞ്ചായി പർ ഉടുത്ത ജാ രഹാ ഥാ. ആ പക്ഷി നീലാകാശത്തിലൂടെ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷിയായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ഭി ഥേ. പക്ഷിയുടെ കൂടെ ആരെല്ലാം പറക്കാനായിട്ടുണ്ടായിരുന്നു? പക്ഷിക്ക് സാത്ത് പിതാ ഔർ മിത്ര ഭി ഥേ. പക്ഷിയുടെ കൂടെ പക്ഷിയുടെ പിതാവും അതുപോലെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏക് ഥാ പക്ഷി വഹ് നീലെ ആസ്മാൻ മേം ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ഭി ഥേ. വഹ് സബ് ഊഞ്ചായി പർ ഉടനെ വാലെ പക്ഷി ഥേ. ഇവയെല്ലാം തന്നെ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷികളായിരുന്നു. എല്ലാ പക്ഷികൾക്കും വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളവരായിരുന്നു. ഉൻകി നിഗാഹേം ബി ബഡി തേസ് ദി. ഇനിയും ഇവരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നോട്ടം, നിഗാഹേ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി എന്നൊക്കെ പറയും. ഇവരുടെ ദൃഷ്ടി, ഇവരുടെ കാഴ്ച എന്ന് പറയുന്നതോ തേസ് ദി. തേസ് എന്ന് പറഞ്ഞാൽ നല്ല തീക്ഷ്ണമായ, നല്ല തീക്ഷ്ണതയായ ഉള്ളതായിരുന്നു ഇവരുടെ നോട്ടം എന്ന് പറയുന്നത്. और दूर दूर की उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती.
ഈ പക്ഷികൾക്ക് വളരെ ദൂരെ നിന്നുള്ള ശബ്ദവും അതുപോലെ വളരെ വളരെ ദൂരെ നിന്നുള്ള ഗന്ധവും കിട്ടുമായിരുന്നു. അപ്പോൾ പക്ഷിക്ക് വിശേഷതായും ക്യാ ക്യാ ഹെ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തെല്ലാം നമുക്ക് പറയാൻ കഴിയും? പക്ഷി ऊंचे उड़ने वाले पक्षी थे, बहुत ऊंचाई पर उड़ने वाले पक्षी थे और उनकी निगाहें भी बड़ी तेज थी, उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती थी, वह पक्षी के साथ पिता और मित्र भी थे. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता. അങ്ങനെ ഒരു ദിവസം വഹ് നൗജവാൻ പക്ഷി, നൗജവാൻ എന്ന് പറഞ്ഞാൽ യുവാവായ, കുട്ടിയായ, യുവാവായ പക്ഷി ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഭൂമിയിലൂടെ ചലിക്കുന്ന ഒരു കാളവണ്ടി കണ്ടു. बैलगाड़ी കാളവണ്ടി. ഉസ്മേം ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ ഹേ. എന്തായിരുന്നു ആ കാളവണ്ടിയിൽ ഉണ്ടായിരുന്നത്? വലിയ വലിയ ചാക്കുകൾ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാളവണ്ടിയിൽ. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹ്താ ഹേ, ദോ ദീമകേം ലോ ഏക് പങ്കു ദോ. ആ കാളവണ്ടിയുടെ വണ്ടിക്കാരൻ ഉറക്കെ ചില്ലാ ചില്ലാക്കർ എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്ത്? ദോ ധീമകേം ലോ, 2 ചിതലുകളെ എടുത്തോളൂ, ഏക്ക് പങ്കുതോ, ഒരു തൂവൽ തന്നാൽ മതി. വണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ദോ ധീമകേം ലോ, 2 ചിതലുകളെ എടുത്തോളൂ, ഏക്ക് പങ്കുതോ, ഒരു തൂവൽ തന്നാൽ മതി. നിങ്ങൾക്ക് ഇത്രയും പാഠഭാഗം നന്നായി മനസ്സിലായി കാണുമല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പാഠഭാഗം നന്നായി വായിക്കുക. നല്ലതുപോലെ 2-3 തവണ വായിച്ചതിനു ശേഷം ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും നിങ്ങൾ സ്വയം തയ്യാറാക്കണം. ചെറിയ ചോദ്യങ്ങൾ ലേഖകനെക്കുറിച്ചോ, ലേഖക കാ നാം ക്യാ ഹേ, പാഠ് കാ നാം ക്യാ ഹേ, പാഠ് മേം കോൺ കോൺ ഥേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഒറ്റ വാക്കിലോ 2 സെൻറ്റൻസിലോ ഒക്കെ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ആദ്യം തയ്യാറാക്കുക. അതിനുശേഷം ഞാൻ വേറൊരു വർക്ക് ഇവിടെ തരികയാണ്. നിങ്ങൾക്ക് പട്കഥയെക്കുറിച്ച് അറിയുമായിരിക്കും. TV എന്ന പട്കഥ നിങ്ങൾ പഠിച്ചതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ഒരു പട്കഥ തയ്യാറാക്കണം. എന്തെല്ലാമാണ് പട്കഥ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ? സീൻ എഴുതണം, 1ാമത്തെ സീൻ 2ാമത്തെ സീൻ എന്നൊക്കെ എഴുതണം. പിന്നെ സ്ഥാൻ എഴുതണം, ഘടന എഴുതണം, കഥാപാത്രങ്ങളെ എഴുതണം, സമയം എഴുതണം, വേഷഭൂഷ എഴുതണം, ആയു എഴുതണം, പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള സംഭാഷണം. ഇത്രയും കാര്യമാണ് പട്കഥ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടവ. നിങ്ങൾ ചെയ്യേണ്ട വർക്ക് TV എന്ന് പറഞ്ഞ പട്കഥ നന്നായി വായിച്ചു നോക്കുക. അതിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു മനസ്സിലാക്കി ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പട്കഥ ലിഖ്തേ സമയ ധ്യാൻ ദേനെ കി ബാതേം, ഇവയാണ് സ്ഥാൻ, ഘടന, കഥാപാത്ര, സമയ, വേഷഭൂഷ, ആയു, പിന്നെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം. ഇത്രയും വെച്ചുകൊണ്ട് നമ്മൾ ഇത്രയും എടുത്ത പാഠഭാഗം വെച്ച് ഒരു പട്കഥ തയ്യാറാക്കുക. ലാസ്റ്റ് പാരഗ്രാഫ്, ഏക് ദിൻ വഹ് നൗജവാൻ പക്ഷി എന്ന് തുടങ്ങി ദോ ദീമകേം ലോ ഏക് പങ്കുദോ എന്ന് വരുന്ന ഭാഗം വരെ, അവസാനത്തെ പാരഗ്രാഫിൽ ആ ഭാഗം വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ പട്കഥ നിങ്ങൾ ആദ്യമായൊന്നു തയ്യാറാക്കി നോക്കൂ. അടുത്ത ക്ലാസ്സിലേക്ക് അപ്പോൾ എന്ത് ചെയ്യണം? മീനിങ്ങുകളൊക്കെ എഴുതണം, ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ടാക്കി അവയുടെ ഉത്തരങ്ങൾ എഴുതണം. പിന്നെ എന്തും കൂടി ആവണം? ഒരു ചെറിയ പട്കഥ, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു പട്കഥയും തയ്യാറാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിലേക്ക്.